അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഞാൻ നവാസ് കൊല്ലം. ഞാനിപ്പോൾ നിൽക്കുന്നതെന്ന് പറഞ്ഞാൽ തൃശ്ശൂർ ജില്ലയിൽ വാടാനപ്പള്ളി തീരദേശ മേഖലയിലാണ്. അപ്പം ഞാനിവിടെ വന്നപ്പോൾ കണ്ട ഒരു രംഗം, കാരണം ഇതിന് മുമ്പുള്ള ഒരു അവസ്ഥയല്ല ഇപ്പം. കാരണം എന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ ഈ നിൽക്കുന്ന സ്ഥലം മുതൽ ഇവിടുന്ന് ഏകദേശം ഒരു 3 കിലോമീറ്റർ അപ്പുറം വരെ കടൽ എടുത്ത് ഇത് റോഡായിരുന്നു. ഇതിന് മുമ്പ് ഈ കാണുന്ന ഭാഗം, അതായത് ഞാൻ ഈ പാറകൾ കിടക്കുന്ന ഭാഗം, ഈ ലൈൻ മുതൽ അങ്ങേ അറ്റം വരെ റോഡായിരുന്നു. നമുക്ക് വാഹനങ്ങൾ പോകാൻ പറ്റുന്ന ഒരു രീതിയായിരുന്നു. ഇപ്പോൾ അതെല്ലാം അതിൻ്റെ സൈഡിൽ കുറേ വീടുകളുണ്ടായിരുന്നു. എൻ്റെ ബാക്കിൽ കാണുന്ന ഇതാകെ ഉണ്ടോ, ഈ വീടുകളെല്ലാം ഈ കടൽക്ഷോഭം വന്ന് ആകെ നശിച്ചു പോയതാ. ഒരു വീടാണെങ്കിൽ നിലം പൊത്തി ആ ഒരു രീതിയിലാണ് കിടക്കുന്നത്. അടുത്ത വീട് ഇത് കണ്ടോ, അതും അതേ കണക്ക് തന്നെയാണ് നിൽക്കുന്നത്. ഇതും കടൽക്ഷോഭത്തിൽ വന്ന് ഇതായി പോയ വീടാണ്. അതിൻ്റെ സൈഡിൽ നിന്നിട്ടുള്ള വീടുകളാണ് ഈ നിലംപൊത്തി കിടക്കുന്നത്. കണ്ടോ, വീട്ടിൻ്റെ ബാത്റൂമിൻ്റെ ആ കുഴലുകളും പൈപ്പുകളും ഇതെല്ലാമാണ് കാണുന്നത്. തെങ്ങുകൾ കണ്ടോ, വാർത്ത വീടുകൾ വരെയാണ് നിലംപൊത്തി. ഇതാ പടി വരെ ഉണ്ട്, കയറിപ്പോകാനുള്ള കോണിപ്പടി വരെ ഇതിനകത്ത് നിലംപൊത്തി കിടക്കുകയാണ്. ഇനി ഇതാ കാണുന്നതെന്ന് പറഞ്ഞാൽ ഇതാ അടുത്ത വീടാണ്. കണ്ടോ, അതാ ആ കാണുന്നത് ഏകദേശം ഇതിൻ്റെ അടുത്ത് വരെ ചെന്നിട്ടുണ്ട്. ഇങ്ങനെ കുറേ വീടുകൾ ഇവിടുന്ന് അങ്ങേ അറ്റം വരെ കാണാൻ പറ്റും നമുക്ക്. ഇവിടുന്ന് ആ ലൈനിൽ പോയി കഴിഞ്ഞാൽ ഞാൻ കാണിച്ചു തരാം, നോക്കാം നമുക്ക്. ഇവർ എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എവിടെയെങ്കിലുമൊക്കെ മാറി താമസിച്ച് വാടകയ്ക്കൊക്കെ താമസിക്കാനായിട്ട് കയറി നിൽക്കുകയാണ്. ഓരോ സ്ഥലങ്ങളിലും കൂലിവേല ചെയ്തെല്ലാം താമസം മാറി എല്ലാവരും ഇവിടുന്ന് മാറിപ്പോയിരിക്കുകയാണ്. ആ വീടുകൾ നിന്ന സ്ഥലങ്ങളാണ് ഇതെല്ലാം. കണ്ട, തെങ്ങുകളെല്ലാം നിന്ന് എല്ലാം കടപുഴകി വീണ് ആകെ എല്ലാം പോയിരിക്കുകയാണ്. ഇത് അടുത്ത നിമിഷം ഏകദേശം ഇതൊക്കെ റെഡിയായിരിക്കേണ്ട തറയിൽ നിലം പൊത്തി ഈ വീടൊക്കെ. ഇത്രയ്ക്കും വളരെ ദയനീയമായിട്ടുള്ളൊരു അവസ്ഥകളും കാര്യങ്ങളൊക്കെയാണ്. കാണുന്നൊക്കെ റോഡുകളായിരുന്നു. ഇവിടെ എല്ലാം ഇപ്പോൾ ഇത് കണ്ടോ, അതോ മണ്ണിടിച്ചിലും കാര്യങ്ങളും കടൽക്ഷോഭവും എല്ലാം ആയിട്ട് കിടക്കാം. ഈ പാറകളെല്ലാം ഇങ്ങായിരുന്നു, ഇതെല്ലാം തല്ലി നേരെ കടലിൻ്റെ അടുത്തേക്ക് വന്നിട്ടുണ്ട്. ഇപ്പം ഞാൻ ഈ നടന്നു പോകുന്ന ഈ വീഡിയോ കാണിക്കുന്ന സ്ഥലങ്ങൾ ഇതെല്ലാം റോഡായിരുന്നു. ഇവിടുന്ന് വാഹനങ്ങൾ പോകുന്ന വഴിയായിരുന്നു ഇതെല്ലാം. പക്ഷേ റോഡും പോയി എല്ലാം പോയി, ആകെ മൊത്തം കടലെടുത്ത്. വളരെ ദയനീയമായിട്ട് കണ്ടിട്ട് സഹിക്കാൻ പറ്റില്ല. ഓരോ വീടുകളും ഇങ്ങനെ പോയി കിട പടച്ചവനെ ഓരോരുത്തര അവസ്ഥകളെ. ഈ കാണുന്ന വീടെന്ന് പറഞ്ഞാൽ എൻ്റെ വൈഫിൻ്റെ ഉപ്പ മരിച്ചത് ഈ വീട്ടിൽ കിടന്നായിരുന്നു. സുഖമില്ലാതായി മരിച്ച് ഈ വീട്ടിലായിരുന്നു അന്ന് മയ്യത്തൊക്കെ കൊണ്ടുവന്നത്. കണ്ടോ കടൽ. ഇതിന് തൊട്ടപ്പുറം കുറേ കഴിഞ്ഞിട്ട് റോഡായിരുന്നു. ആ റോഡ് കഴിഞ്ഞിട്ടായിരുന്നു അതിൻ്റെ കടലിലെ ഭിത്തി ഉണ്ടായിരുന്നു. കടൽ രൂക്ഷമായി കഴിഞ്ഞാൽ നേരെ വെള്ളം ഇനി ഇതിന് മുകളിൽ കൂടി ഇഞ്ഞ് കയറും. ഇനി കയറി അതേ അങ്ങനെ അങ്ങോട്ട് പോവും. അവിടെ എല്ലാം വീടുകളുള്ളതാണ്. കാണുന്നൊരു കിണറാണ്. കണ്ടോ, അടുത്തോട്ട് നിൽക്കാൻ പറ്റില്ല. അവിടെ നല്ല ആഴമാണ്. ഇതിനുണ്ടോ എല്ലാം ഇതായിട്ടുണ്ട്. ഇവിടെ അവിടുന്ന് കടലിൽ നിന്ന് വെള്ളം കയറി നേരെ ഈ പറമ്പിലേക്ക് പോകും. അവിടെ നിന്ന് ഈ പറമ്പ് മൊത്തം വെള്ളമായിരുന്നു. അപ്പം ഒരു ദിവസത്തെ ഒരു വെയിൽ കൊണ്ട് ചെറുതായിട്ടൊന്ന് പറ്റിയിട്ടുണ്ടല്ല. ഈ വീടിൻ്റെ ഒരു ദയനീയമായ അവസ്ഥകളാണ്. റബ്ബെ കാണാൻ പോലും പറ്റുന്നില്ല. കണ്ട, ഇവിടെയൊക്കെ താമസിച്ചവരെയൊക്കെ എല്ലാവരും മാറ്റിയിരിക്കുക. കണ്ട, കടൽ ഇത്രയും കയറി ഈ വീട്ടിലുള്ളവരെല്ലാം താമസം മാറിയിട്ടുണ്ട്. അത്രയ്ക്കും വളരെ ദയനീയമായിട്ടുള്ള രീതിയാണ്. കടലും കണ്ട വീടുമായിട്ട് വലിയ വ്യത്യാസമില്ല. കണ്ടോ, അത്രയ്ക്കുള്ള ദയനീയമായ അവസ്ഥ. പടച്ചറബ് എല്ലാവരെയും കാത്തിരക്ഷിക്കുമാറാകട്ടെ. കടൽക്ഷോഭത്തിൽ നിന്നും എല്ലാം നമ്മളെ വീടിനെ എല്ലാം അല്ലാഹു തആല കാത്തിരക്ഷിക്കുമാറാകട്ടെ എന്ന് ദുആ ചെയ്യുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്ത ഒരു വീഡിയോ ആയിട്ട് കാണും വരെ ബൈ. നവാസ്.